അത്ഭുതങ്ങളെ വെളിപ്പെട്ട ഒരു അനുഭവം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗൃഹത്തിന്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടു. അവരുടെ കരവും കാലുകളും ആമത്തിലിട്ട് പൂട്ടിയിരിക്കും. അർദ്ധരാത്രി സമയത്ത് അവർ എണീറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്താ പറഞ്ഞേ? പ്രാർത്ഥിച്ചു. ആദ്യം എന്താ ചെയ്തേ? പ്രാർത്ഥിച്ചതിന് ശേഷം അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. അതുകൊണ്ട് പ്രാർത്ഥന നമുക്ക് പ്രധാനപ്പെട്ടതാണ്, ആവശ്യമാണ്. സമയമെടുത്ത് ദൈവസന്നിധിയിൽ യേശുവിനോട് സംസാരിപ്പാനിടയാകണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയാകണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യേശുവിനോടുള്ള സംസാരം. യേശുവിനോട് സംസാരിച്ച് യേശുവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പാടേണ്ടത്. ദൈവസന്നിധിയിൽ അപ്പോസ്തലനായ പൗലോസും ശീലാസും കൂടെ പാടി ദൈവത്തെ സ്തുതിപ്പാനിടയിൽ അവരുടെ കരങ്ങൾ അടിപ്പാനും, അവർക്ക് കരങ്ങളുടെ സ്വതന്ത്രമല്ല, അവരുടെ കരങ്ങൾ ആമത്തിലിട്ട് പൂട്ടിയിരുന്നു, കാലും ആമത്തിലിട്ട് പൂട്ടിയിരുന്നു. അവർ ദൈവത്തെ എന്നിട്ടും പാടി സ്തുതിപ്പാനിടയായി. സഹതടവുകാർ കൂടെ ഉണ്ട്, അനേക തടവുകാർ കൂടെ ഉണ്ട്. പക്ഷേ ആ കാരാഗൃഹത്തിന്റെ ഉള്ളില് അവരുടെ പ്രാർത്ഥനയുടെ നടുവില്, ആരാധനയുടെ നടുവില് അത്ഭുതങ്ങൾ വെളിപ്പെടുവാനിടയായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുരുങ്ങി. കാരാഗൃഹത്തിലെ പൂട്ടപ്പെട്ട കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നു വരുവാനിടയായി. തടവിൽ കിടന്ന തടവുകാരുടെ ബന്ധനങ്ങളെല്ലാം അവരുടെ കരങ്ങളിൽ നിന്നും കാലുകളിൽ നിന്നും അഴിഞ്ഞു വീണു. അത്ഭുതങ്ങൾ വെളിപ്പെട്ടു. കാരാഗൃഹ പ്രമാണിയും കുടുംബവും കർത്താവായ യേശുവിൽ വിശ്വസിച്ച് കുടുംബമായി രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു. നമ്മുടെ ആരാധനയുടെ നടുവിൽ എന്താ അത്ഭുതങ്ങൾ നടക്കാത്ത? നമ്മുടെ പ്രാർത്ഥന കുറവാണ്, നമ്മുടെ ദൈവവചന വായനയിലേക്ക് കുറവാണ്, നമ്മുടെ ഉപവാസത്തിലേക്ക് കുറവാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് കുറവാണ്. ദൈവത്തിന്റെ കൽപ്പനകള്, വചനങ്ങള് നാം വായിക്കുന്നതും ഗ്രഹിക്കുന്നതും ജീവിതത്തിൽ അനുഷ്ഠിപ്പാനിടയാകും. നാം അതിന് നമ്മുടെ ജീവിതം ദൈവദിന പ്രകാരം ക്രമീകരിക്കുന്നുവെങ്കിൽ, ക്രമീകരിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ ഉപവസിപ്പാനും, ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും, ദൈവത്തിന്റെ വചനം വായിപ്പാനും, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായാൽ അത്ഭുതങ്ങൾ ജീവിതത്തിൽ നിരന്തരമായി സ്വർഗം ചെയ്യുവാനിടയാണ്.